നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലാക്ക കടലിടുക്കിൽ വടക്ക് കിഴക്കൻ ഇന്തോനേഷ്യയോട് ചേർന്ന് രൂപപ്പെട്ട സെന്യാർ നിലവിൽ കൂറ്റ മക്മോളിൽ നിന്ന് 80 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുകയാണ്. ശ്രീലങ്കയ്ക്ക് സമീപം ന്യൂനമർദ്ദം ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ശ്രീലങ്കയിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായത്. വെള്ളിയാഴ്ച മുതൽ തമിഴ്നാട്ടിലും ശക്തമായ മഴയുണ്ടാകും. തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സെന്യാർ സ്ഥിതി ചെയ്യുന്നത് മലേഷ്യയിലെ ജോർജ് ടൗണിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ്. ചുഴലിക്കാറ്റ് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമാകും. വരുന്ന മണിക്കൂറുകളിൽ ക്രമേണ ശക്തി കുറഞ്ഞ് കിഴക്കോട്ട് ഗതി തിരിച്ച് മലാക്ക കടലിടുക്കിലേക്ക് സഞ്ചരിക്കാനാണ് സാധ്യത. സുമാത്ര, മലേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, തെക്കുകിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ തിങ്കൾ വരെ ഈ സിസ്റ്റം മഴ നൽകിക്കൊണ്ടിരിക്കും. മലാക്ക കടലിടുക്ക് വഴി കടന്നുപോകുന്ന തീവ്ര ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റാകുക അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. 2001 മുതൽ ഇതുവരെ ഇതുവഴി കടന്നുപോയ സിസ്റ്റത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റായത് സെന്യാർ മാത്രമാണ്. എന്നാൽ നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ മഴ മുന്നറിയിപ്പ് നോക്കാം. വരുന്ന 3 മണിക്കൂറിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി 28-ാം തീയതി രാത്രി 11:30 വരെ കേരളത്തിൽ തിരുവനന്തപുരം, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലത്ത് ആലപ്പാട്ട് മുതൽ ഇടവ വരെ, കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെ ഈ ജില്ലകളിലെ തീരങ്ങളിൽ 0.4 മുതൽ 0.8 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പാലിക്കുക. എന്തായാലും മഴ മുന്നറിയിപ്പും അതുപോലെ സെന്യാർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.